ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. വനിതാ കബഡി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ഫൈനലിൽ തായ്പേയിനെ 35-28 പരാജയപ്പെടുത്തി. വനിതാ കബഡി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി വിരാട് കോഹ്ലി. റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ഏകദിന ക്രിക്കറ്റിൽ 52ാം സെഞ്ചുറി നേടിയതോടെ 51 സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് കോഹ്ലി മറികടന്നു. ഏകദിനത്തിൽ കോഹ്ലിക്കിപ്പോൾ 53 സെഞ്ചുറികളുണ്ട്. ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി വിരാട് കോഹ്ലി. അപ്പോൾ ഇപ്പം ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് വിരാട് കോഹ്ലിക്കാണ്. ഓർത്ത് വെച്ചോണം. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ബ്രിട്ടീഷ് ഡ്രൈവർ ലാൻഡോ നോറിസിന് ലോക കിരീടം. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ബ്രിട്ടീഷ് ഡ്രൈവർ ലാൻഡോ നോറിസിന് ലോക കിരീടം. പ്രായം കുറഞ്ഞ ഫിഡെ ചെസ് ലോകകപ്പ് ജേതാവായി ഉസ്ബെക്കിസ്ഥാൻ താരം യാവോഹിൻ സിന്ദ്രോവ്. 19-കാരനാണ് സിന്ദ്രോവ്. പ്രായം കുറഞ്ഞ ഫിഡെ ചെസ് ലോകകപ്പ് ജേതാവായി ഉസ്ബെക്കിസ്ഥാൻ താരം യാഹോവിർ സിന്ദ്രോവ്. 19-കാരനാണ് സിന്ദ്രോവ്. ഗുവാഹട്ടിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന 2ാം ടെസ്റ്റിലെ ഇന്ത്യയുടെ 408 റൺസ് തോൽവി ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ റൺസിൻ്റെ അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ തോൽവിയായി. ഗുവാഹട്ടിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന 2ാം ടെസ്റ്റിലെ ഇന്ത്യയുടെ 408 റൺസ് തോൽവി ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ റൺസിൻ്റെ അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ തോൽവിയായി. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയിലെ അഹമ്മദാബാദ് നഗരം വേദിയാകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയിലെ അഹമ്മദാബാദ് നഗരം വേദിയാകും. അപ്പോൾ 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് അഹമ്മദാബാദിലാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് എന്ന റെക്കോർഡ് ഇന്ത്യൻ ഓപ്പണർ രോഹിത് ശർമ്മയ്ക്ക്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ്, അതായത് 352 സിക്സ് എന്ന റെക്കോർഡ് ഇന്ത്യൻ ഓപ്പണർ രോഹിത് ശർമ്മയ്ക്ക്. 2026 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ നിയമിതനായി. 2026 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ നിയമിതനായി. ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം മൊറോക്കോ ക്യാപ്റ്റൻ അഷറഫ് ഹക്കീമിന്. ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം മൊറോക്കോ ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കീമിന്. സ്വീഡന്റെ പോൾവോട്ട് ഇതിഹാസം അർമാൻഡ് ഡ്യൂപ്ലിൻസിനും അമേരിക്കയുടെ വനിതാ ട്രാക്ക് വിസ്മയം സിഡ്നി ബക്ലോവിൻ ലെവനോറിനും ലോക അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. സ്വീഡന്റെ പോൾവോട്ട് ഇതിഹാസം അർമാൻഡ് ഡ്യൂപ്ലാൻഡിസിനും അമേരിക്കയുടെ വനിതാ ട്രാക്ക് വിസ്മയം സിഡ്നി മക്ലോക്ലിൻ ലെവറോണിനും ലോക അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക്.
മഡ്ഗാവിൽ നടന്ന ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഈസ്റ്റ് ബംഗാളിനെ 5-4 കീഴടക്കി. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക്. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് കിരീടം. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് കിരീടം. 14 ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ചെന്നൈയിൽ നടന്ന ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 കീഴടക്കിയാണ് ജർമ്മനി ചാമ്പ്യന്മാരായത്. അർജന്റീനയെ 4-2 തകർത്ത് ഇന്ത്യ 3-ാം സ്ഥാനം കരസ്ഥമാക്കി. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൽ പോർച്ചുഗലിന് കിരീടം. ഖത്തറിലെ ദോഹയിൽ നടന്ന ഫൈനലിൽ 1 ഗോളിന് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തി. അപ്പോൾ 14 ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്കാണ്. 3-ാം സ്ഥാനം ഇന്ത്യക്ക്. 14 ജൂനിയർ ഹോക്കി ലോകകപ്പിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 14 ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം നേടിയത് ജർമ്മനിയാണ്. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൽ പോർച്ചുഗലിന് കിരീടം. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൽ പോർച്ചുഗലിന് കിരീടം. ഡിറ്റുവ ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദുരിതാശ്വാസ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഡിറ്റുവ ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദുരിതാശ്വാസ ദൗത്യമാണ് സാഗർ ബന്ധു. ഓർത്തു വച്ചോണം, ഡിറ്റുവ ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച രാജ്യം ശ്രീലങ്കയാണ്. ഡിറ്റുവ ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദുരിതാശ്വാസ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓക്കെ, അവിടെ ആ ഒരു പോയിന്റിൽ 2 ചോദ്യങ്ങളുണ്ട്, രണ്ടും പഠിക്കുക. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LICയുടെ മാനേജിംഗ് ഡയറക്ടറായി രാമകൃഷ്ണൻ ചന്ദർ നിയമിതനായി. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LICയുടെ മാനേജിംഗ് ഡയറക്ടറായി രാമകൃഷ്ണൻ ചന്ദർ നിയമിതനായി. ജസ്റ്റിസ് വിക്രംനാഥ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായി. ജസ്റ്റിസ് വിക്രംനാഥ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായി. PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ CV ബാലകൃഷ്ണന്. PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ CV ബാലകൃഷ്ണന്. സൂറത്ത് കേരള കലാസമിതിയുടെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. സൂറത്ത് കേരള കലാസമിതിയുടെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. ഭാഷാചാര്യ പുരസ്കാരം ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണന്. ഭാഷാചാര്യ പുരസ്കാരം ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണന്. MT വാസുദേവൻ നായർ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിന്. MT വാസുദേവൻ നായർ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിന്. പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിക്ക്. പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിക്ക്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിഖ്യാത ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദർ റഹ്മാൻ സിസാക്കോയ്ക്ക്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിഖ്യാത ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദർ റഹ്മാൻ സിസാക്കോയ്ക്ക്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം അനന്ത് അംബാനിക്ക്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം അനന്ത് അംബാനിക്ക്. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. സുപ്രീം കോടതിയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റു. സുപ്രീം കോടതിയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റു. അതായത്
ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. സുപ്രീം കോടതിയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റു. സുനിൽ പലിവാൾ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായി. സുനിൽ പലിവാൾ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായി. ഉഷ ജാനകി രാമൻ റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായി. ഉഷ ജാനകി രാമൻ റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായി. അപ്പോൾ റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉഷ ജാനകി രാമനാണ്. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ആഷ്ലെയ് മെയ്ഫർ സംവിധാനം ചെയ്ത വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂസിന് സുവർണ മയൂരം. എ പോയിന്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉബൈമർ റിയോസ് മികച്ച നടനും ലിറ്റിൽ ട്രബിൾ ഗേൾസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജറ സോഫിജ ഓസ്താൻ മികച്ച നടിയുമായി. സന്തോഷ് ദവക്കറാണ് മികച്ച സംവിധായകൻ. ചിത്രം ഗോന്ധൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണിത്. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ആഷ്ലെയ് മെയ്ഫർ സംവിധാനം ചെയ്ത വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് ദി യൂസിന് സുവർണ മയൂരം. അപ്പോൾ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം ലഭിച്ച ചിത്രം ഏതാണ്? സ്കിൻ ഓഫ് യൂസ്. സ്കിൻ ഓഫ് യൂത്ത്സ് കേട്ടോ. എ പോയറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉബൈമർ റിയോസ് മികച്ച നടനായി. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉബൈമർ റിയോസ് ആണ്. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉബൈമർ റിയോസ്. ലിറ്റിൽ ട്രബിൾ ഗേൾസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജറ സോഫിജ ഓസ്താൻ മികച്ച നടിയുമായി. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജറ സോഫിജ ഓസ്താൻ. ഓർത്തു വെച്ചോണം, ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജറ സോഫിജ ഓസ്താൻ. സന്തോഷ് ദവകറാണ് മികച്ച സംവിധായകൻ. ചിത്രം ഗോന്ധൽ. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സന്തോഷ് ദവകറിനെ. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? സന്തോഷ് ദവകർ. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിക്കുക. അതായത് മികച്ച സിനിമ ഏതാണ്, മികച്ച നടൻ ആരാണ്, മികച്ച നടി ആരാണ്, മികച്ച സംവിധായകൻ ആരാണ്, ഇത്രയും കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ബാക്കിയുള്ള പോയിന്റ്സ് പഠിച്ചു വെക്കണം. എന്നാലും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മികച്ച നടൻ, മികച്ച നടി, സുവർണ മയൂരം ലഭിച്ച ചിത്രം, മികച്ച സംവിധായകൻ. ഓക്കെ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി വേദ യുദ്ധക്കപ്പലായ INS മാഹി കമ്മീഷൻ ചെയ്തു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി വേദ യുദ്ധക്കപ്പലായ INS മാഹി കമ്മീഷൻ ചെയ്തു. എത്യോപ്യയിലെ ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം 12,000 വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ചു. എത്യോപ്യയിലെ ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം 12,000 വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ചു. അപ്പം എത്യോപ്യയിൽ 12,000 വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? ഹെയ്ലി ഗബ്ബി. തിരുവനന്തപുരത്തിനടുത്തുള്ള നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന് സമീപം പ്രതിരോധ വകുപ്പിന്റെ അത്യാധുനിക ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നു. തിരുവനന്തപുരത്തിനടുത്തുള്ള നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന് സമീപം പ്രതിരോധ വകുപ്പിന്റെ അത്യാധുനിക ബ്രഹ്മോസ്
മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നു. ഡൽഹി IITയിൽ ജൻസി തപാൽ ഓഫീസ് തുറന്ന് ഇന്ത്യ പോസ്റ്റ്. ഡൽഹി IITയിൽ ജൻസി തപാൽ ഓഫീസ് തുറന്ന് ഇന്ത്യ പോസ്റ്റ്. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി ഡൽഹിയിലെ ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി ഡൽഹിയിലെ ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ രാജ്ഭവനുകൾ 2025 ഡിസംബർ 1 മുതൽ ലോക് ഭവൻ എന്ന പുതിയ പേര് സ്വീകരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ രാജ്ഭവനുകൾ 2025 ഡിസംബർ 1 മുതൽ ലോക് ഭവൻ എന്ന പുതിയ പേര് സ്വീകരിച്ചു. അപ്പോൾ രാജ്ഭവൻ്റെ പുതിയ പേരെന്താണ്? ലോക് ഭവൻ. ഓർത്ത് വെച്ചോണം, രാജ്ഭവൻ്റെ പുതിയ പേര് ലോക് ഭവൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ നിലവിൽ വരുന്നു. പദവിയിലിരിക്കെ വിവാഹിതനാകുന്ന ആദ്യ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി ആന്റണി ആൽബനീസ്. ജോഡി ഹൈഡനാണ് വധു. പദവിയിലിരിക്കെ വിവാഹിതനാകുന്ന ആദ്യ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി ആന്റണി ആൽബനീസ്. ജോഡി ഹൈഡനാണ് വധു. റിയാദ് മെട്രോ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ലാ ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു. റിയാദ് മെട്രോ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ലാ ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു. 2026 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യ 23-ാം സ്ഥാനത്ത്. 2026 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യ 23-ാം സ്ഥാനത്ത്. 23-ാം ഇന്ത്യ റഷ്യ ഉച്ചകോടി ഡിസംബർ 4-5 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടന്നു. 23-ാം ഇന്ത്യ റഷ്യ ഉച്ചകോടി ഡിസംബർ 4-5 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടന്നു. 16-ൽ താഴെ പ്രായമുള്ള ഓസ്ട്രേലിയക്കാരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനുള്ള നിയമം കൊണ്ടുവന്ന് ഓസ്ട്രേലിയൻ സർക്കാർ. 16-ൽ താഴെ പ്രായമുള്ള ഓസ്ട്രേലിയക്കാരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനുള്ള നിയമം കൊണ്ടുവന്ന് ഓസ്ട്രേലിയൻ സർക്കാർ. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്തി മടങ്ങാൻ ശേഷിയുള്ള നീലഗിരി ക്ലാസിലെ 4ാമത്തെ കപ്പലായ INS താരഗിരി ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തമായി. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്തി മടങ്ങാൻ ശേഷിയുള്ള നീലഗിരി ക്ലാസിലെ 4ാമത്തെ കപ്പലായ INS താരഗിരി ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തമായി. മധ്യപ്രദേശിൽ നിന്നുള്ള പന്ന വജ്രത്തിന് ഭൗമ സൂചികാ പദവി. ഇമ്പോർട്ടൻ്റ് ആണ്. മധ്യപ്രദേശിൽ നിന്നുള്ള പന്ന വജ്രത്തിന് ഭൗമ സൂചികാ പദവി. മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്പീക്കറുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്പീക്കറുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജയ്സ്വാൾ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജയ്സ്വാൾ അന്തരിച്ചു. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. ലോകപ്രശസ്ത ചെക്ക് ഇംഗ്ലീഷ് നാടകകൃത്ത് ടൊമാഷ് സ്ട്രൗസ്ലർ അന്തരിച്ചു. ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്രിക്കറ്റ് ബാറ്റർ റോബിൻ സ്മിത്ത് അന്തരിച്ചു. ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്രിക്കറ്റ് ബാറ്റർ റോബിൻ സ്മിത്ത് അന്തരിച്ചു. പ്രശസ്ത കന്നഡ നടൻ MS ഉമേഷ് അന്തരിച്ചു. പ്രശസ്ത കന്നഡ നടൻ MS ഉമേഷ് അന്തരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്